എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് പുതിയൊരു ഡിഫൻസ് ഡീൽ സൈൻ ചെയ്തിട്ടുണ്ട്. ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലാണ് പുതിയൊരു ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി എന്ത് സംഭവിക്കുന്ന അറിയില്ല. മിഡിൽ ഈസ്റ്റിൽ പല കാര്യങ്ങൾ ഇനി മാറി മറിയോ അല്ലെങ്കിൽ ഇത് നമുക്കിട്ടുള്ളൊരു പണിയാണോ എന്നൊക്കെ നമുക്കിത് കാണുമ്പോൾ തോന്നും. അങ്ങനെ തോന്നിയതുകൊണ്ട് വലിയ തെറ്റൊന്നുമില്ല. എല്ലാത്തിൻ്റെയും കാരണം ഈ അമേരിക്കക്കാരാണ്. ഇവന്മാർക്ക് ഇസ്രയേലുകാരനെ നിലയ്ക്ക് നിർത്താൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവർക്ക് തോന്നിയ സ്ഥലത്ത് കൊണ്ട് ബോംബിടും, എന്ത് വേണമെങ്കിലും ചെയ്യും. ഖത്തറിൽ കൊണ്ട് ബോംബിട്ടു. അപ്പോൾ അത് കണ്ട് പേടിച്ചിട്ട് ഈ അമേരിക്കക്കാരുടെ അടുത്തേക്ക് പോകുമ്പോൾ അവരും ഒന്നും ചെയ്യുന്നില്ല. അവരതിനെ ഒന്ന് മര്യാദയ്ക്ക് എതിർക്കുന്ന പോലും ഇല്ല പബ്ലിക്കലി. അപ്പോൾ എന്ത് സംഭവിച്ചു? അമേരിക്കനെ നമ്പിയിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇനി എന്ത് തോന്നും? ഇവരെ നോക്കി നിന്നിട്ട് കാര്യമില്ല, ഇനി വേറൊരാളിനെയും കൂടെ പിടിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ബേസിക്കലി ഈ ഒരു ഡീലേ ഉണ്ടായിരിക്കുന്നത്. എന്താണ് സംഭവം, ഇതെങ്ങനെ നമുക്കിട്ട് പണിയാവുന്നു എന്ന് നോക്കി പറഞ്ഞുതരാം. ബേസിക്കലി ഈ ഡീൽ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാകിസ്ഥാനെതിരെ ഇനി ആരൊക്കെ യുദ്ധത്തിന് പോകുന്നു അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ശത്രുക്കൾ ആരൊക്കെയാണോ അവരൊക്കെ ഇനി സൗദി അറേബ്യയുടെ കൂടെ ശത്രുക്കളാണ്. പാകിസ്ഥാൻ്റെ അടുത്ത് യുദ്ധത്തിന് പോയാൽ അത് സൗദി അറേബ്യൻ്റെ അടുത്ത് യുദ്ധത്തിന് പോകുന്നത് പോലെയാണ് എന്നാണുള്ളത്. അത് മറിച്ചായാലും അങ്ങനെ തന്നെ. സൗദി അറേബ്യൻ്റെ ശത്രു ഇനി പാകിസ്ഥാൻ്റെ ശത്രുവാണ്. പാകിസ്ഥാൻ്റെ മെയിൻ ശത്രുക്കൾ ആരാ? നമ്മൾ. പാകിസ്ഥാൻ്റെ അടുത്ത് യുദ്ധത്തിന് പോകുന്നത് ആരാ? അതും നമ്മൾ തന്നെ. അപ്പോൾ പിന്നെ ആരിൻ്റെ അടുത്താണ് ഇപ്പോൾ ബേസിക്കലി ഇവരെല്ലാവരും കൂടി ഒത്തൊരുമിക്കുന്നത്, എതിർക്കാൻ ആരിനെയാണ്? അതും നമ്മളെ തന്നെ. സൗദി അറേബ്യയും ട്രംപുമായിട്ട് ഭയങ്കര ബന്ധമാണ്. ലാസ്റ്റ് മെയ്യിൽ പോയപ്പോൾ 600 ബില്യൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് സൗദി അമേരിക്കയിൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് വാക്കൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് ഖത്തറിൻ്റെ അടുത്ത് നല്ല ബന്ധമാണ് ട്രംപിന്. അപ്പോൾ പക്ഷേ എന്ത് സംഭവിച്ചു? ഈ ഇസ്രയേലുകാർ വന്നിട്ട് ഈ ബോംബ് ഇട്ടപ്പോൾ എല്ലാവർക്കും കുറച്ച് പേടിയായി. ഇത് അമേരിക്കക്കാർ ഇവരിനെ സപ്പോർട്ട് ചെയ്യാനൊന്നും വരില്ല. ഈ ഇസ്രയേലുകാർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് അമേരിക്കക്കാർ നോക്കിയിരിക്കുകയുള്ളൂ എന്ന് ഇപ്പോൾ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി. അത് ആ ഒരു സംഭവത്തോടു കൂടി പുറത്തു വന്നു. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് പോലെയാണ് ഇപ്പോൾ ഇതൊക്കെ കുറച്ച് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നത്. പണ്ടേ തുടങ്ങിയായിരിക്കും ചർച്ചകളൊക്കെ, എന്നാൽ ഇതൊക്കെ ഫാസ്റ്റായി മൂവ് ചെയ്യാനുള്ള ഒരൊറ്റ കാരണം ആ ഖത്തറിലുള്ള ആ ഒരു ബോംബിംഗ് ആണ്. പിന്നെ ഇവിടെ വേറൊരു കാര്യം നോക്കേണ്ടത്, പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഏക മുസ്ലിം രാജ്യമാണ് ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ളത്. ഇറാൻകാർ നാളെ ഉണ്ടാക്കും, ഇന്നുണ്ടാക്കും, മറ്റന്നാൾ ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നതല്ലാതെ അവൻ്റെ കയ്യിൽ വെപ്പൺസ് ഒന്നുമില്ല. പാകിസ്ഥാൻകാരൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കാരണമാണ് സൗദി വന്നിട്ട് പാകിസ്ഥാൻ്റെ കൂടെ കൂടിയത്. പാകിസ്ഥാൻ എന്തിനാണ് സൗദിൻ്റെ കൂടെ കൂടിയെന്ന് അറിയാമല്ലോ. ഇവരെ IMFൻ്റെ പൈസ കൊണ്ടാണ് ജീവിക്കുന്നത്. സൗദിൻ്റെ കയ്യിൽ എന്താണ് ഉള്ളത്? പൈസ, വേറെ ഒന്നുമില്ല. അവർ ചെറിയ രാജ്യമില്ല, അവരുടെ കയ്യിൽ മിലിറ്ററി പവറൊന്നും അത്ര ഇല്ലെങ്കിലും അവരുടെ കയ്യിൽ എന്താ ഉള്ളത്? പൈസ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ എത്ര വേണമെങ്കിലും മേടിക്കുക. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻകാർ ഇവരുടെ അടുത്ത് പോയതും. അവർക്ക് ചൂസ് ചെയ്യാനൊന്നുമില്ല, ആര് വരുന്നു അവരുടെ കൂടെ പോകുന്നു, അത്രേ ഉള്ളൂ.